നിങ്ങൾ ഈ നമ്മളുടെ ഗൂഗിൾ മൈ ബിസിനസിന്റെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ മാറിയത് ആ പേര് മാറാൻ ശ്രദ്ധിച്ചിട്ടാണ്? മുമ്പ് തന്നെ വേറെ നെയിം ഞാൻ മറന്നുപോയി. പിന്നെ അത് GMB ആയി, ഗൂഗിൾ മൈ ബിസിനസ് ആയി. ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ അല്ലേ, അങ്ങനെ ഒരു പേരാണ്. പേര് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടെന്താ ആപ്പ് ഉണ്ടായിരുന്നല്ലോ ഇതിന്? പണ്ട് ഇതിന് സെപ്പറേറ്റ് ആപ്പ് ഉണ്ടായിരുന്നു, ഗൂഗിൾ മൈ ബിസിനസ് സെപ്പറേറ്റ് ആപ്പ്. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യാം, ചാറ്റ് ചെയ്യാം, ഒക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവരത് നല്ല മാറ്റി, ചാറ്റ് ഓപ്ഷനൊക്കെ ഒഴിവാക്കിയില്ല. ഇപ്പൊ ചാറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് മാപ്പിലേക്ക് വരാം. നല്ലതാണ്, ഇത് ഫ്രീ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് കാഞ്ഞങ്ങാട് ടൗണിൽ എത്ര ഷോപ്പ് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം വെബ്സൈറ്റ് ഉണ്ടാക്കലൊന്നും നടക്കുന്ന പരിപാടിയല്ല, സോഷ്യൽ മീഡിയ പേജും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെന്നില്ല. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നവരോട് GMBയിൽ ചെറിയൊരു അക്കൗണ്ട്, GMB എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ഫ്രീ ആണ്. നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറും Gmail അക്കൗണ്ട് ഉണ്ടെങ്കിൽ ധാരാളം. ഒരു വെബ്സൈറ്റിന്റെ ഒരു മിനി വേർഷൻ തന്നെ ആയി. നിങ്ങളുടെ ലൊക്കേഷൻ കാണിക്കും, കോൺടാക്ട് ഡീറ്റെയിൽസ് കാണിക്കും, പിന്നെ നിങ്ങളുടെ സർവീസസ്, ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം, കോളിംഗ്, ബുക്കിംഗ്, എല്ലാ കാര്യങ്ങളും, അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിൽ ഡയറക്റ്റ് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾ കോൾ ചെയ്യാം. വാട്സപ്പ് ഓപ്ഷൻ വരെ പലർക്കും അവൈലബിൾ ആണ് പരിധി വരെ. അതിപ്പോൾ വന്നിട്ടുണ്ട്, കിട്ടാത്ത ആൾക്കാരുണ്ട്. ഡയറക്റ്റ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ വന്നിട്ട് അവിടെ നിന്ന് നേരെ വാട്സപ്പിലേക്ക് വരാം ആൾക്കാർ, ക്ലയൻസ് വരുമല്ലോ. ഒന്നാമത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ടൗണിലേക്ക് ഇറങ്ങുന്നു, ഒരു സാധനം വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഗൂഗിളൊന്ന് സെർച്ച് അത് ശരിയാ. കറക്റ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ ബെസ്റ്റ് ഹോട്ടലിനോ അറ്റ് കാഞ്ഞങ്ങാട് നിന്ന് സെർച്ച് ചെയ്താൽ അത് പോട്ടെ. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് കാഞ്ഞങ്ങാട് നിന്ന് അടിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു കുറച്ച് പേരുകൾ ലിസ്റ്റ് ആയിട്ട് വരും അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ നമ്മൾക്ക് നല്ല ആദ്യം നോക്കുന്ന റിവ്യൂസ് ആയിരിക്കും. ആദ്യം റിവ്യൂസ് നോക്കും. റിവ്യൂസ് നോക്കിയിട്ട് അവരെന്തെന്ന് വെച്ചാൽ അതിലേക്ക് വിളിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതെ, മാപ്പിലൊക്കെ ഡയറക്റ്റ് പോയിട്ട് റീഡയറക്ട് ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും അത്യാവശ്യം ഒരു വേണ്ടൊരു സാധനമാണ്. ഏതൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള സാധനമാണ്. ഫ്രീ ആയതുകൊണ്ട് ആർക്കും ചെയ്തു വെക്കാം. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് അത് ബുദ്ധിമുട്ടില്ല. റിവ്യൂസ് വാങ്ങിക്കുക, ഫോട്ടോസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അത് അതിനനുസരിച്ച് കയറിക്കൊണ്ട് പോകും. മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആയിക്കൊണ്ടേ പോകും. അതെ, റിവ്യൂസ് മാക്സിമം എടുത്താൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ടോപ്പിൽ വരും. അതായത് ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷനായിട്ട് ഗൂഗിൾ തുടങ്ങിയതാണ്. കാരണം എല്ലാവർക്കും വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല, പിന്നെ ആവശ്യമില്ല. ഈ കാഞ്ഞങ്ങാടിലൊരു തുണിക്കടക്കുന്ന വെബ്സൈറ്റ്, അവർ കാഞ്ഞങ്ങാട് ഷോപ്പുള്ളത്. ഓക്കെ, അവർ ഓൺലൈനിൽ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. എല്ലാ ഷോപ്പും ഓൺലൈനിൽ സെല് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ കാഞ്ഞങ്ങാട് ലൊക്കാലിറ്റിയിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണം. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പറ്റൂല. അങ്ങനെയുള്ളവർക്ക് ഇതാ നല്ലത്. അതെ, പലപ്പോഴും ഇതിലൊക്കെ ചെയ്യാൻ അറിയണമെന്നില്ല, അതൊരു പ്രശ്നം. ഇപ്പോൾ ഇന്നലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്നലെ ഞാൻ സ്റ്റേഷൻ വരെ എത്തി. ഓക്കെ, എനിക്കെതിരെ ഒരാൾ കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വേറെ കുറെ റിസൾട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ടോപ്പിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഫ്യൂച്ചർ ഡിസൈൻ ടെക് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ അത് അങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത്. കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവരതൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ സിറ്റുവേഷൻ എന്താ വെച്ചാൽ അവർ ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ പ്രശ്നം വെച്ചാൽ കാണിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല, ഈ ഒരു കീവേഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടും കോഴ്സ് സെർച്ച് ചെയ്താലും അവരെന്താ ചെയ്യുക, ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റേതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അത് കാണിക്കും. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ഗൂഗിൾ കീവേഡ് നോക്കിയിട്ടല്ല ചിലപ്പോൾ റിസൾട്ട് കാണിക്കുക, റെലവൻസ് നോക്കിയിട്ടാണ്. അതുകൊണ്ട് അത് നോക്കണം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെ ഇല്ല, അതിൽ ഏത് റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഫസ്റ്റ് കാണിക്കണ്ടേ. അപ്പോൾ അവർ നോക്കുക നിങ്ങൾ യൂഷ്വലി എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫുഡാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഗൗതം എക്സാമ്പിളായിട്ട് ബിരിയാണിയാണ് സ്ഥിരമായിട്ട് കഴിക്കുക. ഓക്കെ, ബിരിയാണിയാണ് സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുക. ഇത് ഗൂഗിളിൽ അറിയുന്നുണ്ടെങ്കിൽ നീ ചുമ്മാ ഫുഡ് എന്ന് സെർച്ച് ചെയ്താൽ പോലും, റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്താൽ പോലും ബിരിയാണി ഉള്ള റെസ്റ്റോറൻ്റ് ആയിരിക്കും അത് ടോപ്പിൽ വരിക. അതേ സമയത്ത് അതേ വൈഫൈ നെറ്റ്വർക്കിൽ അവിടെ നിന്ന് തന്നെ ഞാൻ സെർച്ച് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ വേറെ റെസ്റ്റോറൻ്റ് ആയിരിക്കും ടോപ്പിൽ വരിക. കാരണം ഞാൻ ബിരിയാണി കഴിക്കുന്ന ആളായിരിക്കില്ല, ഞാൻ ഊണാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ടൈം നോക്കിയാലും ചിലപ്പോൾ അത് മാറും. നൈറ്റ് ചിലപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും സെർച്ച് ചെയ്യുക. അത് ഓൾറെഡി ഗൂഗിളിന് അറിയുന്നുണ്ട്. നിങ്ങൾ ഹിസ്റ്ററി അറിയണം. നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരാളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഗൂഗിളിന്, ഇയാൾക്ക് ഇതൊക്കെയാണ് വേണ്ടത്, ഇയാൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അയാൾ ആവശ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫുട്ബോൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുട്ബോൾ വാങ്ങാനാണോ, ഫുട്ബോൾ കാണാനാണോ, ഓക്കെ, അല്ലെങ്കിൽ ഫുട്ബോൾ ജേഴ്സി വാങ്ങാനാണോ, എന്തിനോ ആ കീവേഡിന്റെ കൂടെ ഒരുപാട് ഓപ്ഷൻ ഇല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ തീരുമാനിക്കുക
ഇത് വേണോ വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോ ഇതിപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് ആ ഫ്യൂച്ചർ ഡിസൈൻ ടെക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ. നമ്മള് മുമ്പേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം പലരും പ്രശ്നം വെച്ചാൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞത് ഫ്രീ ആണ്, ചെയ്യാൻ ഫ്രീ ആണ്. അതായത് ഗൂഗിൾ അത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന സർവീസ്. പക്ഷെ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഓക്കെ, എങ്ങനെയാണ് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ പലർക്കും ഇല്ല. യൂട്യൂബിലൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പലർക്കും അത് പേടിയാണ്, ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല. പലപ്പോഴും നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത പാട് അത് റിജക്ട് അടിക്കും. അത് റിജക്ട് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൺഫേം ആക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് ഗൂഗിൾ അതൊരു ഇതുണ്ടല്ലോ, ഗൂഗിളിന് സെക്യൂർ ആയതുകൊണ്ട് റിവ്യൂന് വെക്കും. മാക്സിമം 3-4 ദിവസം എന്തായാലും റിവ്യൂന് വെക്കാൻ സാധ്യതയുണ്ട്. എന്തായിക്കോട്ടെ. അല്ല, അത് നിങ്ങൾ ആലോചിച്ചു, ഗൂഗിൾ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഓരോരാളെയും വിട്ടിട്ട് ഇതെല്ലാം വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നവർക്ക് പറ്റുന്ന പരിപാടിയാണ്. ഇങ്ങനെ ഒരു വെറുതെ കണ്ടന്റ് ഇട്ടിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവരെന്തായാലും ഓൺലൈനിൽ റിവ്യൂന് വെക്കണ്ട എന്ത് കാര്യങ്ങൾ. അവർക്ക് കൺഫർമേഷൻ വേണം. ഇപ്പൊ നിങ്ങളൊരു ഷോപ്പാന്നിട്ട് അപ്പൊ അവരൊരു ആ ഷോപ്പ് അവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നിങ്ങളോടൊരു വീഡിയോ കോൾ ആക്കുക, ആ ഷോപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുക, കഴിഞ്ഞു. അത്രേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. നിങ്ങളെ ബോർഡ് കാണിക്കുക, നിങ്ങളൊരു അഡ്രസ് ഇട്ടിട്ടുണ്ടാവല്ലോ. നിങ്ങൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാവും, ഒരു അഡ്രസ് ഇട്ടിട്ടുണ്ടാവും. അഡ്രസ് എന്താ പറഞ്ഞിട്ടുണ്ടാവും? ഇന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നിയർ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് കാണിക്കുക, തൊട്ടടുത്ത് നിങ്ങൾ ഷോപ്പിന്റെ ബോർഡ് കാണിക്കുക, ഷോപ്പിന്റെ അകത്തേക്ക് ഒന്ന് കയറുക, കഴിഞ്ഞു. ഈ ഒരു വീഡിയോ എടുത്ത പരിപാടി കഴിഞ്ഞു. ഇത് അറിയാത്തതാണ് പ്രശ്നം. ഓക്കെ, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. പക്ഷെ അറിവില്ലായ്മയാണ് പലരും ഇത് ഉണ്ടാക്കാതെ വിടുന്നതും പിന്നെ ചെയ്യാൻ നോക്കിയിട്ട് പകുതി വിട്ടു പോകുന്നതും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യത്തിലാണ് ഞങ്ങളിത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതിൽ ഉപകാരമൊന്നുമില്ല, വലിയ നഷ്ടമില്ല. കാരണം എനിക്കൊരു 10 മിനിറ്റിന്റെ ടൈം എടുത്താൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നാളെ മുതൽ നിങ്ങളാർക്കും ഫസ്റ്റ് കാണിക്കാം അങ്ങനെ വിചാരിക്കരുത്. അതിലെന്തൊക്കെയോ ബാക്കിയുള്ള ചെയ്യാനുള്ള കുറെ സ്റ്റെപ്പും കാര്യങ്ങളും ബാക്കിയുണ്ട്. അക്കൗണ്ട് ഉണ്ടാക്കിയതിൽ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ നാളെ മുതൽ ആരെങ്കിലും സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് സെർച്ച് ചെയ്താൽ വരുമായിരിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പൊ റെസ്റ്റോറന്റ് എന്നല്ല നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെ? റെസ്റ്റോറന്റ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് എന്ന് സെർച്ച് ചെയ്യും. അല്ലാതെ ഏതെങ്കിലും ഹോട്ടലിന്റെ പേരായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ. ഈ GMB ലിസ്റ്റ് ആയിട്ട് ദാറ്റ് മീൻസ് ഈ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബിരിയാണി അടിച്ചു കഴിഞ്ഞാൽ അത് വരില്ല. ദാറ്റ് മീൻസ് അത് ബിരിയാണി അടിക്കുന്ന സമയത്ത് പൊതുവേ വരുന്നത് ഒരു വെബ്സൈറ്റ് ആയിരിക്കും. പക്ഷെ ഇത് പ്ലേസസ് എന്ന് പറഞ്ഞിട്ട് അത് വരണമെങ്കിൽ അതിന്റെ ഒന്നിച്ച് നമ്മളുടെ ലൊക്കേഷൻ കൂടി കൊടുത്താൽ മാത്രമേ വരുള്ളൂ. ബിരിയാണി സ്പോട്ട് ആയിട്ട് കാഞ്ഞങ്ങാട്. നമ്മൾ അങ്ങനെയാണല്ലോ സെർച്ച്. അതെ അതെ, ഞാൻ ഇപ്പൊ കാഞ്ഞങ്ങാട് വരെ പോകുന്നുണ്ട്, എനിക്ക് ബിരിയാണി കഴിക്കണം. എവിടെയാ നല്ല ബിരിയാണി എനിക്കറിയില്ല. അപ്പൊ തന്നെ ഞാൻ സെർച്ച് ചെയ്യും ബെസ്റ്റ് ബിരിയാണി ഇൻ കാഞ്ഞങ്ങാട്. ഓക്കെ, അതിലൊരു പ്രശ്നമുള്ള ഒരിക്കലും ബെസ്റ്റ് ബിരിയാണിയാണ് ഫസ്റ്റ് വരുന്നത് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അല്ല, ബെസ്റ്റ് ഉണ്ടാവണമെന്നില്ല, അത് വേറെ. പക്ഷെ ബിരിയാണി അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ ബെസ്റ്റ് ഇപ്പൊ പറയാനെങ്കിൽ നമ്മുടെ ഇവിടെ റഹ്മാനി അത്യാവശ്യം നല്ലൊരു ഫുഡിന്റെ സ്പോട്ടാണ്. പക്ഷെ അവര് വരുന്നുണ്ടോന്ന് കൂടി അറിയില്ല, ചിലപ്പോൾ വരുന്നുണ്ട്. അത് വരുത്തിക്കാൻ പറ്റും. വരുത്തിക്കാൻ എന്താ വെച്ചാൽ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് ഒന്ന് നന്നായിട്ട് റിവ്യൂ ചെയ്യണം. അതായത് റിവ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് എന്താ അറിയും, ഒന്ന് റിവ്യൂ ഇടണമെന്ന് പറയും. അവരെന്താക്കും 5 സ്റ്റാർ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ കണ്ടന്റ് എഴുതൂല, ഒന്നും എഴുതൂല. അപ്പൊ അവരോട് ഒരു 2 വാക്ക് എഴുതാൻ പറ. ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് കാഞ്ഞങ്ങാട് അടിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ ശ്രദ്ധിക്കും. ഇപ്പൊ റഹ്മാനി ആണെങ്കിൽ റഹ്മാനിയിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബെസ്റ്റ് ബിരിയാണി കാഞ്ഞങ്ങാട് @റഹ്മാനി എന്തെങ്കിലും എഴുതി കിട്ടാല് ഇത് ഗൂഗിൾ ശ്രദ്ധിക്കും. അപ്പൊ ഗൂഗിൾ നോക്കാൻ നമ്മുടെ അടുത്തല്ലേ, നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാലോ. അവരിതില്ല, റിവ്യൂസ് വാങ്ങിക്കുന്നില്ല. റിവ്യൂസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നോട് ഇല്ല, പൊതുവെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഒറിക്സ് ചെയ്യുന്നുണ്ട്. ഒറിക്സ് ചെയ്യുന്നുണ്ടല്ലേ? ഒറിക്സ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒറിക്സ് ബില്ല് തരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ലോലിനോ ചെയ്യുന്നുണ്ട്. ബില്ല് തരുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് വന്നിട്ട് ഫുഡൊക്കെ എങ്ങനെ ചോദിക്കുന്നിട്ട് നിങ്ങളൊരു റിവ്യൂ ഇട്ടുതരാമോ പ്ലീസ് എന്ന് വന്നിട്ട് അപ്പൊ തന്നെ ലിങ്ക് കാണിക്കും, അല്ലെങ്കിൽ QR കോഡ് കാണിക്കും. സ്കാൻ ചെയ്യാൻ നമ്മൾ റിവ്യൂ ഇട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ഇപ്പൊ എന്റെ അനുഭവം പറയുന്നത്, ഞാൻ സ്റ്റാർ ഇട്ടപ്പെടെ പറയുന്നത് സ്റ്റാർ മാത്രമല്ല, ഒന്ന് 2 ഡയലോഗ് കൂടെ ഒരു ലൈനും എഴുതി വെക്കാം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഗുഡ് എന്ന് എഴുതിയാൽ മതി. ഫുഡ് എന്തായാലും നിങ്ങൾ കഴിച്ച ഫുഡിനെ കുറിച്ച് 2 വാക്ക് കൂടെ എഴുതാം. ഓക്കെ, കഴിച്ച ഫുഡിനെ കുറിച്ച് എടുത്തു പറയാൻ കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ബിരിയാണി എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഇവർ ടോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും ഇത് ബെസ്റ്റ് ബിരിയാണിയാണ്. അപ്പോഴാണ് ഗൂഗിൾ നിങ്ങൾ റെസ്റ്റോറന്റ് ടോപ്പിൽ കാണിക്കുക. കാരണം ഗൂഗിളിന് അങ്ങനെ മനസ്സിലാവും. ഗൂഗിളിൽ വന്ന് ചെക്ക് ചെയ്യാൻ പറ്റൂല. എല്ലാ റെസ്റ്റോറന്റിലും പോയിട്ട് ഏത് ബിരിയാണി നല്ലതെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഫുഡ് ബ്ലോഗർ അല്ല ഗൂഗിൾ. ഓക്കെ, പിന്നെ എല്ലാവരും അവരെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും നമ്മളെ ബിരിയാണി സൂപ്പറാണ്, നമ്മളെ ബിരിയാണി കാഞ്ഞങ്ങാട്ട് നമ്പർ 1 ആണ്, ബെസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെന്താ ചോദിച്ചാൽ റിവ്യൂസ് നോക്കും. ഓക്കെ, അപ്പൊ 5 സ്റ്റാർ മാത്രം കിട്ടിയിട്ടും കാര്യമില്ല. 5 സ്റ്റാർ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളെ ഫ്രണ്ട്സിനോട് ഇഷ്ടം പോലെ ഓട്ടെ. നിന്റെ ഫോണിൽ ഇപ്പൊ 5 മെയിൽ ഐഡി ഉണ്ടാവില്ലേ? 5 റിവ്യൂ വന്നില്ലേ? ഒരു ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ടാക്കി ആദ്യം തന്നെ ആൾക്കാരോട് അപ്പൊ തന്നെ ലിങ്ക് ഷെയർ ആയിട്ട് പറയും. അത് ഗൂഗിളിന് അറിയാം.
അഞ്ച് റിവ്യൂസ് വരും. പിന്നെ കുറച്ച് നാളെ ഒരു ഗ്യാപ്പ് ഇടും, കാരണം വെച്ചാൽ അത് ആ സമയത്തൊക്കെ ഉണ്ടാക്കൂല. പലപ്പോഴും ആൾക്കാർക്ക് ശരിക്കും റിവ്യൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അറിയില്ല. ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ആ കണക്ഷൻ അതിലൂടെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് വാങ്ങിച്ചാലിനെ എല്ലാവർക്കും ഒരു ഓക്കെ നല്ലതാണ് ആ ഒരു തോന്നൽ വരും. പക്ഷെ അതെപ്പോഴും എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യുന്ന കുറവാണ്, എന്തോ പോയി ചോദിക്കാൻ കുറച്ചതാണോ അത് ഒരു ഇത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഫ്രീ സർവീസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ ഫീച്ചർ ഡിസൈനൊക്കെ. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഗൂഗിൾ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ആളായിട്ട് കണ്ടത് ഗൂഗിളിനെ. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഇപ്പോൾ നമ്മളെ ഫ്യൂച്ചർ ഡിസൈനൊക്കെ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കുറേ പേര് നല്ല റിവ്യൂ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൂഗിൾ എന്തായിരിക്കും നല്ല റിവ്യൂ ഉണ്ട്, അപ്പോൾ ഇവർ നല്ലതായിരിക്കും. നാളെ ആരെങ്കിലും ഈ ഒരു കോഴ്സ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കാണിക്കാം. അങ്ങനെയാണ് നമ്മുടെ ടോപ്പിലേക്ക് വരിക. ഓക്കെ, അത് ഏത് ബിസിനസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നല്ല റിവ്യൂസ് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ആവശ്യം. അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയാതല്ലോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ഉണ്ടാക്കില്ല, പക്ഷേ റിവ്യൂസ് വാങ്ങേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓൾസോ ഗൂഗിള് ക്വസ്റ്റ്യൻ കൂടെ നോക്കുക, എവിടെ നിന്ന് ഈ റിവ്യൂ വന്നത്. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലാണ് ആ മാപ്പിൽ അയാൾ നിൽക്കുന്നത്. അയാളെ ഫോൺ ഓണാണല്ലോ, അപ്പോൾ അയാൾ എവിടുന്ന അറിയാം, അവിടുന്ന് റിവ്യൂ ഇട്ടത്. ഓക്കെ, അതെല്ലാ ദിവസവും ഒരു 2 റിവ്യൂ വെച്ച് വരുന്നുണ്ട്. അത് ജെന്യൂനായിട്ട് ഫീൽ. ഓക്കെ, അല്ലാതെ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ ഇവിടുത്തെ ഒരു ബിസിനസിന്റെ റിവ്യൂ വരുന്നുണ്ട്, അത് ആരാന്ന് പോലും അറിയില്ല. അതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ടാ വരുന്നത്. മണ്ടന്മാരല്ലല്ലോ, അവർക്ക് മോണിറ്ററിങ് കാര്യമായ ടീംസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് അവരിത് വെറുതെ വെച്ചത് മാത്രമല്ല, അവർക്ക് നല്ല ഡാറ്റ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ ഫ്രീ ആണെന്ന് കരുതിയിട്ട് വെറുതെ അങ്ങ് കളയരുത്. ഒന്ന് മെനക്കെട്ടാല് സംഭവം റെഡിയാവും. പിന്നെ ഈ റിവ്യൂ തരുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ പറയാം. ഓക്കെ, ഇപ്പൊ റിവ്യൂ തന്നാൽ ഒരു ഫ്രീ ഐസ്ക്രീം. ഓക്കെ, അതെന്തായാലും കിട്ടും. അപ്പൊ നല്ല റിവ്യൂ കിട്ടും, 5 സ്റ്റാറും കിട്ടും. നല്ലതായിട്ട് എഴുതും ചെയ്യും, ഉപന്യാസം എഴുതുന്നല്ല അവർ അതിൻ്റെ അകത്ത് കഥ എഴുതിയും. ഓക്കെ, വന്നപ്പോൾ മുതലുള്ള എല്ലാ കഥ, അത് ആംബിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ അവിടുത്തെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആൾക്കാരുടെ സംസാരം എങ്ങനെ ഉണ്ടായിരുന്നു, അവരെല്ലാ കാര്യം എഴുതാൻ തുടങ്ങും. നിങ്ങളൊരു ഐസ്ക്രീം കൊടുത്താൽ മതി, നിങ്ങൾക്കതൊരു നഷ്ടമായിട്ട് കാണണ്ട. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആയാലും ഞാൻ പറഞ്ഞ ഐസ്ക്രീമിനൊക്കെ ഒരു 10 രൂപ മിനിമം വരും. പക്ഷെ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂ ഉണ്ടല്ലോ, നാളെ 100 പേരെ കൊണ്ടുവരും. അത് വെച്ച് നോക്കുമ്പോൾ ഈ 10 രൂപ ഒരു വലിയ സംഭവം ഒന്നല്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞങ്ങൾ GMB നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിന് പകരം ഞാൻ ആകെ പറയുന്നത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ബിസിനസ് പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു 2 റിവ്യൂ ഇട്ട്, ഓക്കെ ഒരു 5 സ്റ്റാർ ഇടാം, എന്നിട്ട് 2 ഡയലോഗ് കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ എനിക്കെന്തോ ഉപകാരം, എനിക്ക് ലാഭമില്ലേ? ഞാൻ പൈസ വാങ്ങുന്നില്ലെങ്കിലും എനിക്ക് നല്ല റിവ്യൂസ് കിട്ടി. നാളെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് ടോപ്പിലുണ്ടാവും. അപ്പോൾ പിന്നെ അതുവഴി നമുക്ക് കച്ചവടം കിട്ടും. എല്ലാരും ചെയ്ത പരിപാടിയാണ്, അംബാനി വരെ ചെയ്ത പരിപാടി. ആദ്യം ഫ്രീ കൊടുക്കുക, ലാഭം മേടിക്കുക, അത്രേ ഉള്ളൂ. അത് പുതിയ ടെക്നിക്കൊന്നല്ല, ഇതാർക്കും ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചേരുന്ന കാര്യം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കൂപ്പൺ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കൊടുക്കാൻ മടിയാണ്. ഓക്കെ, റിവ്യൂ ഇട്ടാൽ ഒരു കൂപ്പൺ തരാം. ആ കൂപ്പൺ വെച്ചിട്ട് അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ പറഞ്ഞവര് 100 രൂപയുടെ കൂപ്പൺ. രണ്ടാമത് റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടി കസ്റ്റമർ റിവ്യൂ ഇടുകയും ചെയ്യും. അയാൾ വീണ്ടും വരുന്നവർക്ക് ഒരു എക്സ്ട്രാ കസ്റ്റമർ കൂടെ കിട്ടും. ഓക്കെ, ചിലപ്പോൾ അത് വരുന്ന സമയത്ത് വേറെ കൂട്ടിട്ട് വന്നാലോ, ആ വരുന്ന സമയത്ത് കൂപ്പൺ ഇല്ലോണ്ട് അയാൾ എന്തായാലും തിരിച്ചു അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അത് വലിയ ചിലവാണെങ്കിലും കാര്യമായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്നു, അടുത്ത തവണ ഞാൻ വരുന്ന എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ കൂപ്പൺ ഉള്ളതുകൊണ്ട് ലാഭമാക്കാൻ വേണ്ടിട്ട് നേരെ ഇവിടെ തന്നെ വരും. ഇത്തവണ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല കസ്റ്റമർ കിട്ടി. 1-2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് സ്ഥിരം കസ്റ്റമറാവും. അറിയുന്ന സ്ഥലമല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരെ റീവിസിറ്റ് ചെയ്യിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഓഫേഴ്സ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കായി ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ നിങ്ങൾ വന്നു, അവർ വീണ്ടും വരും, അവർ ഇതേപോലെ റിവ്യൂ ഇടും, അവർക്ക് ഇതുപോലെ കൂപ്പൺ കിട്ടും. ഇതിങ്ങനെ പോകും. ഇത് നമ്മുടെ ഈ കാഞ്ഞങ്ങാട് ലൊക്കേഷനിൽ ഇത് പറഞ്ഞുതരാൻ കുറെ ടീംസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതേപോലത്തെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇത് ചെയ്തു തരാൻ ആരുമില്ല. അത് ഒന്നാമത്തെ മെയിൻ ആയിട്ട് കാര്യം. ഇപ്പം എൻ്റെ ഫ്രണ്ടിന് തന്നെ അത് വേണം, അതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഡെഫിനറ്റ്ലി ഞാൻ അതിന് നേരെ ഫ്യൂച്ചർ ഡിസൈൻ ഉണ്ടാക്കിയാൽ കോൺടാക്ട് ചെയ്യും.